പിന്നെ നമുക്ക് സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പം അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പം മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ വരുന്ന അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഒക്കെ നോക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു എക്കോണമിയുടെ ഡിമാൻഡ് എന്താണ്, ഒരു എക്കോണമിയുടെ സപ്ലൈ എന്താണെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മളത് എപ്പോഴും ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. അപ്പം സപ്ലൈ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേൾക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന ക്ലാസ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ്, നമ്മുടെ ഫാക്ടർ പ്രോഡക്റ്റ് അങ്ങനെയുള്ള പല പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിട്ട് വളരെയധികം ചോദിക്കാൻ ചാൻസുകളുള്ള ഏരിയയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. നമ്മൾ സപ്ലൈ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൺസംഷൻ എന്ന് പറയുന്ന തിയറി എന്തായിരുന്നു? കൺസംഷനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ക്രിയേഷൻ അല്ല, അവിടെ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ്. എന്ന് വെച്ചാൽ അവിടെ കൈൻഡ് ഓഫ് എന്താ പറയുക ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റിയുടെ ഡിസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കുകയല്ലേ. അപ്പം അതെന്താ സംഭവിക്കുന്നത്? തിയറി ഡീൽസ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ്. പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്സ്. അതറിയാലോ നമുക്ക്. റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഒരു ഗുഡ് ഓർ സർവീസ് എന്തായിക്കോട്ടെ അത് ഉണ്ടാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓൺട്രപ്രൂണർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഓൺട്രപ്രൂണർ. അപ്പോൾ ഓൺട്രപ്രൂണറിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മാക്സിമൈസസ് ഹിസ് പ്രോഫിറ്റ് ആസ് വെൽ ആസ് എന്ത് ചെയ്യുക, അയാളുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അയാൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും ചെറിയ വിലയിൽ ഉണ്ടാക്കി അയാൾ മാക്സിമം പ്രോഫിറ്റ് എന്ത് കൊയ്യുക എന്നുള്ളതാണ് അയാളുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓൾറെഡി ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. ലാൻഡിന് കിട്ടുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന പ്രൈസ് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. ഇതില് ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും ഓർഗനൈസേഷനും ഒക്കെ പല ടൈപ്പ് ഓഫ് എന്താ പറയുക ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ലേറ്റർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി സപ്ലൈ എന്താണ്? സപ്ലൈ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്താ? ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു എന്താ പറയണ്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന് വേണ്ട ക്വാണ്ടിറ്റിയെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ആക്ച്വലി ഓഫേർഡ് ഫോർ സെയിലിന് വെച്ചേക്കുന്നതാണ് സപ്ലൈ, സ്റ്റോക്ക് അല്ല. അപ്പം അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. സ്റ്റോക്ക് എന്ന് പറയുന്നത് അവർക്ക് എത്ര കയ്യിലുണ്ട് എന്നുള്ളത്, സപ്ലൈ എന്ന് പറയുന്നത് എത്ര സെയിലിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഓഫേർഡ് ഫോർ സെയിൽ എന്നുള്ളതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് ഓഫേർഡ് ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഇനി സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വേരിയസ് ക്വാണ്ടിറ്റീസ്, പല ക്വാണ്ടിറ്റീസ് ദാറ്റ് വുഡ് ബി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് ഡിഫറെന്റ് പ്രൈസസ്. ഇന്ന പ്രൈസിൽ എത്രയാണ്, പിന്നെ വില വിവര പട്ടിക, അത്രേ ഉള്ളൂ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വില വിവര പട്ടികയാണ് അതിൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സപ്ലൈ ഷെഡ്യൂൾ ഫോർ ദ ഹോൾ മാർക്കറ്റിന് എന്ത് പറയും? മാർക്കറ്റ് സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈ ഓഫ് ഗുഡ്. ഒരു ഗുഡിന്റെ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്താണെന്നുള്ളത്. ഇപ്പം ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ ആ സപ്ലൈ കൂടും. കാരണം എന്തുകൊണ്ട്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ കൺസ്യൂമർ അല്ല. സപ്ലൈ പഠിക്കുമ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലേ നമുക്ക് സപ്ലൈ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കൺസ്യൂമറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സപ്ലൈ ഈസ് എ നെഗറ്റീവ്. എന്ന് വെച്ചാൽ സപ്ലൈക്കകത്ത് വരുന്ന ഫാക്ടേഴ്സ് അത് കൺസ്യൂമറിന് വളരെ നെഗറ്റീവ് ആണ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി കൂടിയാലാണ് സപ്ലൈ അവിടെ കൂടുക. അതുപോലെ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പല ഗുഡ്സിന് ഇപ്പം ഞാനൊരു ടീ ഇൻഡസ്ട്രി ആണ് അല്ലെങ്കിൽ കോഫി ഇൻഡസ്ട്രി ആണെങ്കിൽ ഏതാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ഗുഡിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇൻപുട്ടിനെ എനിക്ക് ഉണ്ടാക്കാനുള്ള ഇൻപുട്ടിന്റെ ഫാക്ടേഴ്സിന്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ടാക്സേഷൻ പോളിസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഫാക്ടേഴ്സ് എന്നതൊക്കെ. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, അതുപോലെ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞു. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറഞ്ഞത്? നമുക്ക് അതർ തിങ്സ് റിമൈനിങ് സെറ്റിൽസ് പാരിബസ് ആസ് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി റൈസസ് ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി റൈസസ് ഇറ്റ് സപ്ലൈ ഇസ് എക്സ്റ്റെൻഡഡ് ഓർ ഇറ്റ് ഇൻക്രീസസ്. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ എന്ത് സംഭവിക്കും? കോൺട്രാക്ട് ചെയ്യും. ഓക്കെ,
അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൈസ് കൂടുന്നതനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ സപ്ലൈക്കും അസംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടെ ബാക്കിയുള്ള എന്താ സെട്രസ് പാരിബസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രീതിയിൽ ഒരു റിലേറ്റഡ് ഗുഡിനുള്ള പ്രൈസിന് ചേഞ്ച് ഉണ്ടാവരുത്. ദർ ഷുഡ് ബി നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്സ്. ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇൻപുട്സിന്റെ പ്രൈസിന് മാറ്റം വരരുത്. അതുപോലെ തന്നെ ടെക്നോളജി ആയിക്കോട്ടെ, ഇപ്പം എനിക്ക് റൈസ് മില്ലിൽ പുതിയൊരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ഉപയോഗിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ പീരീഡിലുള്ള സപ്ലൈ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടാക്സേഷൻ. ഗവൺമെന്റ് പുതിയൊരു പോളിസി കൊണ്ടുവരരുത്. ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഉണ്ടല്ലോ. പ്രൈസ് ഓഫ് ദി കമോഡിറ്റി ഒഴിച്ച് ബാക്കി എല്ലാം റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. എത്ര? ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വേഷൻസ് അതിനാണ് നമ്മൾ പറയുന്നത്. ഡിമാൻഡ് എന്താ? ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താ? എ മൈനസ് ബി പി എന്നുള്ളതാണ്. ഡിമാൻഡ് ഡി ഈസ് ഈക്വൽ ടു എ. എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഇന്റർസെപ്റ്റ് ആണ്, അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ളത്. മൈനസ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ എന്താ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. ആ സിംബൽസ് ആണ് ഇൻഡിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. എ മൈനസ് ആൻഡ് എ പ്ലസ് ബി പി എന്നുള്ളത്. ആ എ മൈനസ് എ പ്ലസ് ബി പി എന്നുള്ളത്. ഓക്കെ, അപ്പം എ മൈനസ് ബി പി എന്ന് പറയുന്നതിനകത്ത് ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്, ഡിമാൻഡിന്റെ സ്ലോപ്പ്. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ എസ് സീക്വൽ എ പ്ലസ് ബി പി ആണെങ്കിൽ എന്താ, അവിടെ ബി എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് ആണ്, സപ്ലൈയുടെ സ്ലോപ്പ്. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കണം, കാരണം ചില സമയത്ത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാനൊക്കെ പറയാം. നമുക്ക് അവസാനം അതിന്റെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്. നമ്മൾ എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് കർവും പഠിച്ചായിരുന്നു, അതുപോലെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രൈസ്, കമ്മോഡിറ്റിയുടെ പ്രൈസിന് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് എക്സ്റ്റൻഷൻ ഓഫ് സപ്ലൈ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹയർ പ്രൈസിലേക്ക് പി ടു പി വണ്ണിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സപ്ലൈ ഷിഫ്റ്റ് ഫ്രം പോയിന്റ് ക്യൂ ടു ക്യൂ വണ്ണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതാണ് എക്സ്റ്റൻഷൻ. ഇത് കോൺട്രാക്ഷൻ. എ ടു ബി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ, ബി ടു എ എന്ന് പറയുന്ന കോൺട്രാക്ഷൻ. ഓക്കെ അല്ലേ? അതാണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്? അവിടെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി റിമെയിൻസ് സെയിം. അവിടെ പ്രൈസ് മാറുന്നില്ല. ഇവിടെ എല്ലാം പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ there is a shift in the supply curve because there is a change in either the price of the related commodity or the technology changes or ഏതെങ്കിലും other than price of the commodity മാറിയാൽ അതിനെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വേറൊരു ഫാക്ടർ കാരണം ടോട്ടലായിട്ട് S1 നിന്ന് S2 S3 അതാണ് ഇൻക്രീസ് ഇൻ സപ്ലൈ. ഇൻക്രീസ് ഇൻ സപ്ലൈ ആണ് ഇത്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇൻക്രീസ് ഉണ്ടായി? ചിലപ്പം എന്താ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൂടെ. അപ്പൊ നമുക്ക് ഒരു പ്രൊഡ്യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സപ്ലൈ കൂടും. മറ്റേ ഡിക്രീസ് ഇൻ സപ്ലൈ ആണെങ്കിൽ എന്താ, അവിടെ നിന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാം. അത് കാരണം ഡിക്രീസ് ഇൻ സപ്ലൈ ഉണ്ടാവും. അതേ പ്രൈസിലാണ് അയാൾ വിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് അതേ ഇതന്നെ, ഒരേ പ്രൈസിന് പല ക്വാണ്ടിറ്റീസ് ആണ് വിൽക്കുന്നത് ഓരോ സപ്ലൈ ഇതില്. ഇനി ഈ ഫാക്ടേഴ്സ് കോസിങ് ഈ ഷിഫ്റ്റിന് ഉണ്ടാകുന്ന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിന് ഏത് വേണമല്ലോ, മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആവും, നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആവും, എന്ത് വേണമല്ലോ, ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സെപ്ഷൻ. നമ്മൾ ലോ ഓഫ് ഡിമാൻഡിലെ എക്സെപ്ഷൻസ് പഠിച്ചു. നമ്മൾ വെബ് ആൻഡ് എഫക്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഡിഫറൻസ് ഗുഡ്, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക്വേർഡ് ട്രെൻഡിങ് ലേബർ സപ്ലൈ കർവാണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് certain commodities as price increases the supply decreases. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കുറയുന്നു. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ certain level of wage rate, the increase in wage rate will not increase labor supply. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം വേജ് റേറ്റ് കൂടുന്നു. ഒരാൾക്ക് കൊടുക്കുന്ന വേതനം, അയാൾക്ക് കൊടുക്കുന്ന വേതനം പെർ അവർ ആയിരിക്കാം അല്ലെങ്കിൽ പെർ ഡേ ആയിരിക്കാം, അത് കൂടുന്നു. അപ്പൊ സപ്ലൈ എന്ത് ചെയ്ത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അറ്റ് ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ വീണ്ടും വേജ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മാക്സിമം ലെവലിൽ നിന്നല്ല, നമുക്ക് യഥാർത്ഥത്തിൽ പൈസ എത്ര വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷമുള്ളൂ. പക്ഷെ വേജ് റേറ്റ് ഒരു അളവിൽ കൂടുതൽ വന്നാൽ അയാൾ പ്രിഫർ ചെയ്യാൻ ലെഷർ ടൈമിലേക്കാണ്. എന്ന് വെച്ചാൽ
ഓക്കെ, ഞാൻ ഇത്രയും പണി എടുക്കുന്നുണ്ട്, എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണം, എനിക്ക് കൂടുതൽ പണി എടുക്കാനല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി വേജ് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഐ വാണ്ട് എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം ഫോർ വർക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാർട്ട് ടൈം വർക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഏർലി റിട്ടയർമെന്റ് പോലെ അവർ ചിന്തിക്കും എന്നുള്ളതാണ് അവിടെ ബാക്ക്വേർഡ് ബെൻഡിങ്ങിന് കാരണമാവുന്നത്. എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഡിക്ലൈൻ, ഒരു ബാക്ക് പെടൽ, ഒരു ചെറിയ പോർഷനിലേക്കാണ് L0 നിന്ന് L1ലേക്ക് പോകുന്നത്. പിന്നെ ആ ഹൈ ഇൻക്രീസിൽ ഇത് ഒരു ഡിക്ലൈനിൽ എന്താ പറയുക സപ്ലൈയിലേക്ക് വരും, ലേബറിന്റെ സപ്ലൈയിലേക്ക് ഡിക്ലൈൻ വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ സ്റ്റാൻഡേർഡ് ലേബർ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. അവിടെ ലോവർ വേജ് ലെവലാണ്, ഹയർ വേജ് ഇൻസെന്റീവ് വർക്കേഴ്സിന് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ത് പറ്റും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ അവർക്ക് ഈ ഇൻകം കിട്ടുന്നതനുസരിച്ച് അവര് ലേബറിനെ കൂടുതൽ 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 ആഡ് ചെയ്യും. അപ്പം ദ കർവ് സ്ലോപ്സ് എന്ത് ചെയ്യും, അപ്വേർഡ്. പീപ്പിൾ ട്രേഡ് ലെഷർ ഫോർ ഇൻകം. അതുകൊണ്ടാണ് അവിടെ എന്താ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നടക്കുന്നത്. അപ്പൊ അവിടെ ലെഷർ ആണ് നമ്മുടെ എന്ത് നമ്മൾ ഈ ഒരു ലേബർ സ്വന്തം ലെഷറിനെ എന്തുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇൻകവുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അയാൾ എന്ത് ചെയ്യും, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഇൻക്രീസിങ് സപ്ലൈ കർവാണ്. ഓക്കെ, ഇത് ബാക്ക്വേർഡ് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻകം എഫക്റ്റ് ആണ് സംഭവിക്കുക. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ഇൻകത്തിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും അവര് ലെഷറിന് വരും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല, അപ്പൊ ഇൻകം എഫക്റ്റ് നടക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇത് വീണ്ടും ബാക്കിലേക്ക് ബെൻഡ് ചെയ്യും. അതാണ് അറ്റ് വെരി ഹൈ വേജസ് ദ ഇൻകം എഫക്ട് ഡോമിനേറ്റ്സ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. വർക്കേഴ്സ് വാല്യൂ ലെഷർ മോർ. അപ്പം എന്താ വയ്ക്കും, ബിക്കോസ് ദർ ഇൻകം ഇസ് ഓൾറെഡി സഫീഷ്യന്റ് എന്നുള്ള കണ്ടീഷനിൽ. അപ്പൊ അവരുടെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ എന്താ അവർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ലെഷർ ടൈമിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യം വരും. നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലേക്ക് കടക്കുകയാണ്. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പറഞ്ഞ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു. അപ്പൊ സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മെഷേഴ്സ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്ര മാത്രമാണ് എന്ന് മെഷർ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്താണ്, ഇലാസ്റ്റിക്കും ഉണ്ട് ഇൻഇലാസ്റ്റിക്കും ഉണ്ട്. നമ്മൾ ഡിമാൻഡിന്റെ കേസിന് പഠിച്ച് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ് കൺസെപ്റ്റ്. ഒരു ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈന് വെർട്ടിക്കൽ, ഒരു ലൈന് ഹൊറിസോണ്ടൽ ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ടു ഇങ്ങനെ വരുന്ന ഈ ഇതുണ്ടല്ലോ, ഇങ്ങനെ പോകുന്നതാണ് ഇലാസ്റ്റിക്കിൽ നിന്ന് ഇൻഇലാസ്റ്റിക് ആയി മാറുക. എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ചേഞ്ച് കുറവാണെങ്കിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ വന്ന ഡിമാൻഡിന്റെ ചേഞ്ച് മാറ്റം, ആ ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞത് ഡിമാൻഡ് ആയിക്കോട്ടെ സപ്ലൈ ആയിക്കോട്ടെ, പ്രൈസ് ചേഞ്ച് വളരെ കുറവായിട്ട് ക്വാണ്ടിറ്റിയിൽ വലിയൊരു മാറ്റം, ക്വാണ്ടിറ്റി സപ്ലൈഡിലായിക്കോട്ടെ ക്വാണ്ടിറ്റി ഡിമാൻഡിലായിക്കോട്ടെ, സപ്ലൈയിലാണെങ്കിൽ ഡിമാൻഡിലാണെങ്കിൽ ചേഞ്ച് വലുതാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇനി സപ്ലൈക്കകത്ത് എന്ന് വെച്ചാൽ പ്രൈസ് ചേഞ്ച് ഭയങ്കര വലുതായിട്ട് വന്നെങ്കിൽ പോലും ക്വാണ്ടിറ്റിയിൽ വന്ന സപ്ലൈക്ക് മാറ്റമില്ല എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സപ്ലൈ ആണ്. ഓക്കെ, അപ്പം സപ്ലൈസ് ഇൻഇലാസ്റ്റിക് when a given change in price leads to little or less change or no change in the quantity supply. അപ്പൊ ഇവിടെ എന്താണ്, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ടു ദി പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഏതാണ് എന്താ പറയുക, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇനി ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ 5 ഡിഗ്രീസ് ആണ് ഉള്ളത്. ഒന്ന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. നമ്മൾ അതിനകത്ത് പഠിച്ചത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്താ, വെർട്ടിക്കലി പാരലൽ ടു y ആക്സിസ് ആയിരുന്നു. ഇൻഇലാസ്റ്റിക് അല്ലേ, when the quantity supplied of a commodity does not change at all in response to change in price of the commodity. എന്ന് വെച്ചാൽ എന്താ, അയാളുടെ കമ്മോഡിറ്റിയിൽ കമ്മോഡിറ്റിയുടെ സപ്ലൈക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഇനി എത്ര പ്രൈസ് മാറിയാലും എന്താണെങ്കിലും അതിന് മാറ്റം വരുന്നില്ല. എക്സാമ്പിൾ എടുക്കാം, നമ്മളിപ്പോ ഒരു അർബൻ ഏരിയയിൽ വസ്തു നോക്കുക. വസ്തു എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ആണ്. ലാൻഡ് ഇസ് എ സപ്ലൈ ഫാക്ടർ ആണെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ വീണ്ടും ലാൻഡ് ഉണ്ടാവുന്നില്ലല്ലോ. ലാൻഡ് പുതുതായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ലാൻഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആൻഡ് ബട്ട് ദ പ്രൈസ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് സപ്ലൈക്ക് എക്സാമ്പിൾ ഓർത്തിരിക്കുക, ലാൻഡ് ഇൻ ആൻ അർബൻ ഏരിയ റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ദോ ദ പ്രൈസ് ചേഞ്ച്. ഓക്കെ, അപ്പൊ അത് പാരലൽ ടു എന്താണ്, പാരലൽ ടു y ആക്സിസ് ആണ്. ES is equal to 0. ഓക്കെ. ഇനി റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ES is less than 1 എന്നാണ് പറയാം.
ES is less than 1 എന്ന് പറയുന്നത് എന്താ? കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ പറഞ്ഞു ഇത് നേരെ ഇപ്പൊ എന്തായിക്കൊണ്ടിരിക്കും, ഇത് ഹൊറിസോണ്ടലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നിലാസ്റ്റിക് ആണ് റിലേറ്റീവ്ലി. ഇവിടെ വന്നേക്കുന്ന പ്രൈസ് ചേഞ്ച് നിങ്ങൾ കണ്ടോ, ഇത്രയും വലിയ പ്രൈസ് ചേഞ്ച് ഉണ്ട്. ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വന്ന ചേഞ്ച് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ പ്രൈസ് ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് സംഭവിക്കേണ്ട ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, പ്രൈസ് ചേഞ്ച് വളരെ കൂടുതലാണ്. അപ്പൊ ES ലെസ് ദാൻ 1. അപ്പം പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ നടക്കുകയാണെങ്കിൽ ഇത് സാധാരണ എങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈക്ക് ഇപ്പൊ പ്രൈസിന് വലിയ മാറ്റം വന്നാലും വലിയ രീതിയിൽ ഗുഡ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റാത്തത് പെരിഷബിൾ ഗുഡ്സ് ആണ്. അപ്പം നമ്മൾ കൊണ്ടുവരുന്ന സപ്ലൈക്കകത്ത് വലിയ മാറ്റം നമുക്ക് വരുത്താൻ പറ്റില്ല. പ്രൈസ് ചേഞ്ച് ഉണ്ടായാലില്ല സപ്ലൈ കൺസ്യൂമേഴ്സും അത് മേടിച്ചുകൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത്. അപ്പൊ കർവ് ഒത്തിരിക്കുക, ES ലെസ് ദാൻ 1 ഒത്തിരിക്കുക, കമ്മോഡിറ്റി ഏത് കമ്മോഡിറ്റി ആണോ അതിനകത്ത്. പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക്, അതിന്റെ സത്യത്തിൽ എന്താണോ ഒരു യൂണിറ്റ് ഒരു പെർസെന്റേജ് ചേഞ്ച് കമ്മോഡിറ്റി സപ്ലൈ ആണെങ്കിൽ അതേ ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് പ്രൈസ് നടക്കുന്നു. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക്. അന്ന് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണെങ്കിലോ കൂടുതൽ കൂടുതൽ ഹൊറിസോണ്ടൽ ടു എക്സ് ആക്സിസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ ES ഗ്രേറ്റർ ദാൻ 1, then the percentage change in quantity supplied of the commodity is greater than the percentage change. ഇവിടെ നമുക്ക് കാണാം പ്രൈസിന്റെ ചേഞ്ച് കുറവാണ്, പക്ഷെ ഡിമാൻഡിന് വന്ന മാറ്റം, അല്ല സോറി സപ്ലൈക്ക് വന്ന മാറ്റം വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഡ്യൂറബിൾ ഗുഡ്സിന്റെ കേസ് എന്തുകൊണ്ടാണ് അവിടെ പ്രൈസിന് വലിയ മാറ്റം നടന്നില്ല, പക്ഷെ ഡ്യൂറബിൾ ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് മാറ്റം വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ട, അവിടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ തന്നെ അവിടെ ക്വാണ്ടിറ്റി സപ്ലൈഡിന് വളരെ ഇൻഫിനിറ്റ് ആയിട്ട് മാറ്റം വരുന്നതാണ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. the quantity supplied of a commodity expands or contracts to any extent without any change in or small change in price. ഈ പ്രൈസിൽ ഒരു മാറ്റം വന്നത് ഈ സപ്ലൈ സീറോ ആവുകയും ചെയ്യും. അത് ഓർത്തിരിക്കണം കേട്ടോ, നമ്മൾ പറഞ്ഞായിരുന്നു ഡിമാൻഡ് സീറോ ആവും എന്നുള്ളത്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. നമ്മൾ പല ഫാക്ടേഴ്സ് പഠിച്ച്, നമ്മുടെ ഷിഫ്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ച്, സപ്ലൈയുടെ ഫാക്ടേഴ്സ് പഠിച്ച്, ഇനി ഇലാസ്റ്റിസിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണുള്ളത് ഒന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്സ് ഇപ്പൊ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നോക്കുക, അയാൾക്ക് ഇൻപുട്ട് എല്ലാം ഉണ്ടെങ്കിലും പ്രൈസിന് ഇപ്പൊ ഒരു മാറ്റം വന്നു നോക്കുക. നമ്മുടെ എക്കോണമിയിൽ പ്രൈസിന് ഒരു കമ്പോഡിറ്റി പ്രൈസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ എന്താ ചെയ്യുക, അതിനനുസരിച്ച് ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂട്ടാനാണെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ഓർ ഇൻപുട്സ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതെല്ലാം ഉണ്ടാവണ്ടേ. അപ്പൊ ഈ ഇൻപുട്സ് അവൈലബിൾ അല്ലെങ്കിൽ അയാൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായിപ്പോ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും, അവിടെ സപ്ലൈ കുറയും. മനസ്സിലായി, ക്വാണ്ടിറ്റി സപ്ലൈഡ് വിൽ നോട്ട് ചേഞ്ച്, പക്ഷെ പ്രൈസിന് മാറ്റം വരുന്ന അനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താണ്, അവിടെ ഇൻപുട്ട് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ടിൽ എന്താ പറയുന്നത്, if the inputs are available as per the requirement, supply is elastic. പിന്നെ ലെങ്ത് ഓഫ് ടൈം പീരീഡ് എന്താ, എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം അലൗസ് പ്രൊഡ്യൂസേഴ്സ് ടു അഡ്ജസ്റ്റ് ദ സപ്ലൈ ടു ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പ്രൈസ്. അറിയാലോ, നമുക്ക് ഇപ്പൊ ടൈം പീരീഡ് കുറയുണ്ടെങ്കിൽ അതിനനുസരിച്ച് സപ്ലൈ, ഇപ്പൊ പ്രൈസിന് ചേഞ്ച് വന്നാൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ് ചേഞ്ച് അനുസരിച്ച്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെൻ ദ പ്രൊഡ്യൂസർ ഈസ് എൻഗേജ് മോർ ദാൻ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സോ ഫെസിലിറ്റീസോ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻ സച്ച് എ കേസ് എന്ത് സംഭവിക്കുക, ഇലാസ്റ്റിക് ആണ് സപ്ലൈ, കാരണം അതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പം ഒന്നിൽ കൂടുതൽ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനുള്ള ഒന്നിൽ കൂടുതൽ മാർക്കറ്റ് നിൽക്കുക, അപ്പൊ ഒരു ഫോളിൻ പ്രൈസ് ഉണ്ടെങ്കിൽ എന്തായാലും ഷിഫ്റ്റ് ഹിസ് ഗുഡ്സ് ടു അതർ മാർക്കറ്റ്, വേറൊരു മാർക്കറ്റിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ എന്താകും ആ സപ്ലൈ ഇൻ സച്ച് എ കേസ് സപ്ലൈ ഇലാസ്റ്റിക്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് സപ്ലൈ അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫ്ലെക്സിംഗ് ഇൻ സ്റ്റാർട്ടിംഗ് ആൻഡ് വൈൻഡിങ് അറ്റ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഈസ് ക്വിക്ലി ടേക്കൺ അപ്പ് ആൻഡ് ക്വിക്ലി വൗണ്ട് അപ്പ് ദ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ഈസ് ഇലാസ്റ്റിക്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി പെട്ടെന്ന് തന്നെ തുടങ്ങി പെട്ടെന്ന് തന്നെ നിർത്താൻ പറ്റുക, അപ്പോൾ സപ്ലൈ ഗുഡ് ഇലാസ്റ്റിക് അവിടെ, കാരണം അവിടെ പ്രൈസ് ചേഞ്ചിനുള്ള ആ ഒരു മാറ്റത്തിനുള്ള ഒരു ടൈം ഇല്ല അവിടെ. മനസ്സിലായി, അത് പെട്ടെന്ന് തന്നെ തുടങ്ങുന്നത് പെട്ടെന്ന് തന്നെ തീരുന്നു. ഇനി പ്രൈസ് ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമ്മൾ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പഠിക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന്റെ ഡിമാൻഡ് ഇതാണ്,
കൺസ്യൂമറുടെ സപ്ലൈ അല്ലെ പ്രൊഡ്യൂസറിന്റെ സപ്ലൈ ഇതാണ്. ഇപ്പൊ ഒരു മാർക്കറ്റിലേക്ക് ഒരു ഡിമാൻഡ് ഇത്രയുണ്ട്, സപ്ലൈ ഇത്രയുണ്ട്. ഈ പ്രൈസിൽ നോക്ക്, ഈ പ്രൈസിൽ ഇതാണ് പ്രൈസ് ലെവൽ നോക്കുക. ഇതാണ് പ്രൈസ് ലെവൽ എങ്കിൽ എന്ത് സംഭവിക്കും? പ്രൈസ് ലെവൽ ഇതാണെങ്കിൽ അവിടെ ഡിമാൻഡ് സപ്ലൈ ഇത്രയേ ഉള്ളൂ, ഡിമാൻഡ് ഇത്രയുണ്ട്. അപ്പൊ ഇതെന്തായി? ഇവിടെ അതില്ല, ഷോർട്ടേജ് ആണ്. ഇനി ഇതേ സംഭവം ഇവിടെയാണ് പ്രൈസ് ലെവൽ എന്ന് വെക്കുക. കാണാമോ? ഇവിടെയാണ് പ്രൈസ് ലെവൽ എങ്കിൽ ഇവിടെ എന്താ? ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ, വളരെ കുറവാണ്, സപ്ലൈ ഇത്രയുണ്ട് എന്ന് പറഞ്ഞാൽ സർപ്ലസിൽ നിൽക്കുകയാണ്. ഇവിടെ ആർക്കാണ് നഷ്ടം വരുന്നില്ലേ? പ്രൊഡ്യൂസർക്ക് നഷ്ടം. ഇവിടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? പ്രൈസ് ഇത്ര കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേര് ഈക്വൽ ആവുന്ന ഈ പോയിന്റിലാണ്. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഡിമാൻഡ് ഈക്വൽസ് സപ്ലൈ. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഇക്വേഷൻ തരികയാണ്. ഇപ്പൊ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് തന്നു, ക്വാണ്ടിറ്റി സപ്ലൈഡ് തന്നു. അപ്പൊ ഇതിന് ഇക്വിലിബ്രിയം പ്രൈസ് വേണം പറഞ്ഞാൽ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. QTD QTS എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. അതാണ് തരത്തിൽ എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഡിറ്റർമിനേഷൻ അവിടുത്തെ. ഇനി നമ്മള് പ്രൊഡ്യൂസർ സർപ്ലസിനെ കുറിച്ച് സംസാരിക്കാം. കൺസ്യൂമർ സർപ്ലസ് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പൊ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്രൈസ് എ പ്രൊഡ്യൂസർ റിസീവ്സ് ഫോർ എ ഗുഡ് ആൻഡ് ഓർ സർവീസ് ആൻഡ് ദ മിനിമം പ്രൈസ് ദേ ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു പ്രൊഡ്യൂസർക്ക് മാർക്കറ്റിൽ എത്ര രൂപയാണ് ആ കമ്പോസിറ്റ് കിട്ടുന്നത്, അയാൾക്ക് അതും പിന്നെ അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് അയാൾ ഏറ്റവും ലീസ്റ്റ് ആവശ്യപ്പെടുന്ന വില്ലിംഗ്നെസ് ടു അക്സെപ്റ്റ്. പക്ഷെ ആ പ്രൊഡ്യൂസർക്ക് ഏറ്റവും കുറഞ്ഞത് അയാൾക്ക് ഇത്ര എമൗണ്ട് എങ്കിലും വേണം എന്ന് പറയത്തില്ല. അതിനകത്ത് വേറൊന്നും ആലോചിക്കരുത്. അതിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മിനിമം കോസ്റ്റ് മാത്രമേ ആലോചിക്കാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത് അയാളുടെ പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. മാർക്കറ്റ് പ്രൈസ് എപ്പോഴും മുക്കാൽ ടൈമിൽ എന്താണ് ഈ വില്ലിംഗ്നെസ് ടു അക്സെപ്റ്റിനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഗ്രാഫിക്കലി നോക്കുമ്പോൾ ഇപ്പൊ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞ ഏരിയ ഏതാണെന്ന് മനസ്സിലായോ? കണ്ടോ? ഇവിടെ ഇത് ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡിന്റെ കെർവിന്റെ താഴെയും പ്രൈസ് ലൈൻ, ഇത് പ്രൈസ് ലൈൻ ആണ്, ഇത് പ്രൈസ്, ഈ പ്രൈസ് ലൈനിന്റെ ഇതാണ് പ്രൈസ് ലൈൻ നോക്കുക. ഈ പ്രൈസ് ലൈനിന്റെ മേളിലുള്ളത് കൺസ്യൂമർ സർപ്ലസ് ആണ്, ഇതിന് താഴെയുള്ളത് പ്രൊഡ്യൂസർ സർപ്ലസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈക്ക് മേളിലും പ്രൈസ് ലൈനിന് താഴെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഏരിയ, ഈ ട്രയാങ്കിളിനെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്? പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. അത്ര ഏരിയയിലാണ് പ്രൊഡ്യൂസർക്ക് എന്തുണ്ടാവുന്നത്? ലാഭം ഉണ്ടാവുന്നത്. അയാൾ വിചാരിച്ച ഇത്രയും പൈസ ആണ് അയാൾക്ക് അത്ര കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അത്യാവശ്യം ലെങ്ത് ആയിരുന്നു. ഇതിനകത്ത് മേജർ ആയിട്ട് നല്ല പോലെ എന്താ പറയുക, കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് കുറെ സാധനങ്ങൾ വരുന്നത്. അതിനകത്ത് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഗ്രാഫിക്കലി ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ആയിട്ട് എന്താ ഇലാസ്റ്റിസിറ്റി, മെയിൻ കാര്യങ്ങൾ അതൊക്കെയാണ്. അതെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.